ഹായ്, എസ് വി ഉള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഈ സോഷ്യൽ മീഡിയ നന്മ മരങ്ങളെല്ലാം റിയൽ ലൈഫിൽ ഗജ ഫ്രോഡുകളാണെന്ന് പലകുറി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത കപടൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണിട്ടുണ്ട്. ശാലൂപ്പയാണ്. ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ നന്മമരം ചമഞ്ഞ് സാധാരണക്കാർക്കും പാവങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ഈ നാട്ടിലെ ഒരു പാവം നന്മമരമായിട്ട് ചമഞ്ഞ് നടന്നത് ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. കണ്ടേ? അടിച്ചത് നമുക്കങ്ങോട്ട് ഇറങ്ങാൻ വാങ്ങിട്ടതാ. കഷ്ടം കേട്ടാ. അത് യാവായി അമ്മച്ചി തള്ളിയിട്ട് അടിക്കണം എല്ലാരും കൂടെ ഇട്ട് ചവിട്ടി നോക്ക്. ശാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. എന്തിനാൾക്കൂട്ടം എടുത്തിട്ട് അടിച്ചെന്ന് പറഞ്ഞ ചവിട്ടിയെന്ന് പറഞ്ഞ നിലത്തിട്ട്. കൊച്ചു നിങ്ങൾ എന്നായിരുന്നു നിലവിളി വെച്ച കണ്ടില്ലേ? പ്രായമായ അവൻ്റെ തള്ളേറെ പ്രായമുള്ളൊരു സ്ത്രീയെ താഴെ തള്ളിയിട്ട് കൈ പിടിച്ച് തിരിക്കുകയാണ്. കേരളത്തിൽ സ്ത്രീ സുരക്ഷിതത്വം കാര്യം UDF അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയവരാണ് ഈ ശാലു പേയാടിനെ പോലെയുള്ളവർ. കാട്ടാക്കട മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിട്ടുള്ള MR ബൈജുവിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന നന്മ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോൾ എന്തൊരു ക്രൂരനാണ് ഇവനൊക്കെ. കണ്ടില്ലേ? ചെറിയൊരു രാഹുൽ മാങ്കൂട്ട എവൻ്റെയൊക്കെ ഉള്ളിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു സ്ത്രീയെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ താഴെ തള്ളിയിട്ട് ചവിട്ടി കൈപിടിച്ച് തിരിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരം നന്മമര ചമഞ്ഞ് നടന്ന് സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാർക്കിടയിലേക്ക് ഗജ ഫ്രോഡ് മറച്ചു വെച്ച് താൻ നന്മ മരമാണ് എന്ന് ചമഞ്ഞുകൊണ്ട് അവരുടെ സ്വാധീനം ഒക്കെ നേടിയെടുത്തുകൊണ്ട് കച്ചവടം, നല്ല പൈസ ഉണ്ടാക്കാനുള്ള പുതിയ കാലത്തിൻ്റെ വഴികളാണ്. പലതരത്തിലുള്ള നന്മമരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ചികിത്സാ സഹായമായിരുന്നു ചില നന്മമരങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സോഷ്യലി ഇറങ്ങി നിന്നിട്ട് പാവങ്ങളെ സഹായിക്കുന്നു, പാവങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന തോന്നലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ മറവെച്ച് രാഷ്ട്രീയ കച്ചവടം നടത്തുക, ഗുണ്ടായുസങ്ങൾ നടത്തുക, അതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്. അടിച്ചത് നമുക്കങ്ങോട്ട് ഇറങ്ങാൻ വാങ്ങിട്ടതാ. കഷ്ടം കേട്ടാ. അത് യാവായി അമ്മച്ചി തള്ളിയിട്ട് അടിക്കണം എല്ലാരും കൂടെ ഇട്ട് ചവിട്ടി നോക്ക്. ശാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. എന്തിനാൾക്കൂട്ടം എടുത്തിട്ട് അടിച്ചെന്ന് പറഞ്ഞ ചവിട്ടിയെന്ന് പറഞ്ഞ നിലത്തിട്ട്.
ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലേ ഇവിടെ കൊച്ചെ നിങ്ങൾ എന്നായിരുന്നു നിലവിളി വെച്ചേ? അവിടെ കരയാൻ ഇങ്ങോട്ടാ ഡാമാമ വിളിച്ച് ഡാമാമ വിളിച്ച് കര ഇങ്ങോട്ടാണ്. പറഞ്ഞു കൊടുത്ത് ഇത്രയും ഒരു സ്ത്രീയെ കൊണ്ട് ഇത്രയും എനിക്കെതിരെ പറയിപ്പിച്ച് ചെയ്യിപ്പിച്ച പോക്കൊക്കെ മതിയായി. അങ്ങ് അനുഭവിക്കും ദൈവം എന്നുള്ള ശക്തി ഉണ്ടെങ്കിൽ ആ ഒരു നല്ല എന്ത് വിഷയം ഉണ്ടായിരുന്നാലും കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഈ ദൃശ്യം കാണുന്നുണ്ടല്ലോ അല്ലേ. കോൺഗ്രസ്സുകാരെ സഹായിച്ചതുകൊണ്ടും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ സത്യപ്രതിജ്ഞയിലേക്ക് കൊട്ടേഷൻ എടുത്ത് വന്നുകൊണ്ടും ഇദ്ദേഹത്തിനെ ഇനിയിപ്പോൾ തൊടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമോ? മറ്റൊരു TG മോഹൻദാസിന് എതിരെ കേസെടുക്കാനും നോട്ടീസ് കൊടുക്കാനൊക്കെ വൈകിച്ച് ജാമ്യം കൊടുത്ത പോലെയുള്ള നാടകങ്ങൾ MR ബൈജുവിൻ്റെ ചിങ്കിടിയായിട്ട് നടക്കുന്ന ഈ ശാലു പേയാണിന് വേണ്ടിയും നടത്തുമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ മതവും ജാതിയൊക്കെ കളിച്ച് നടക്കുന്ന ചിലരുണ്ട്. സോഷ്യൽ മീഡിയ നന്മമരവും, എന്നാൽ ഉള്ളാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വർഗീയവാദിയായിരിക്കും, ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധനുമായിരിക്കും. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഈ കണ്ടത്. എന്ത് പ്രശ്നത്തിൻ്റെ പേരിലായാലും ഒരു സ്ത്രീയെ താഴെ തള്ളി ചവിട്ടിയിട്ട് കൈയൊക്കെ ചവിട്ടി പിടിച്ച് തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തരം നന്മമരമാണ്? അത്തരം നന്മമരങ്ങളെയൊക്കെ ഈ നാട്ടിൽ പൊളിച്ചടുക്കേണ്ടതുണ്ട്, വീട്ടിൻ്റെ മൂലയിൽ ഇരുത്തേണ്ടതുണ്ട്. ഇത്തരം ഒരു മൊബൈൽ ഫോണുമായിട്ടൊക്കെ വന്ന് ചില പ്രശ്നങ്ങളിലൊക്കെ വൈകാരികമായി ഇടപെടുന്നു എന്ന് തോന്നിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കള്ളക്കച്ചവടങ്ങളാണ്. ആ കള്ളക്കച്ചവടവും രാഷ്ട്രീയ കൂട്ടുകച്ചവടവും നടത്താൻ വേണ്ടിയുള്ള ഏജന്റുമാരായിട്ടും അല്ലെങ്കിൽ മധ്യസ്ഥന്മാരുമായിട്ട് നടക്കുന്നവരൊക്കെ ഇമാതിരി ഫോൺ കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ നന്മ മരം ചമഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളാലെ എന്താണെന്നാണ് ഈ ഒരു ദൃശ്യം തെളിയിക്കുന്നത്. കർശനമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് ചെന്ന് സ്ത്രീകളെയൊക്കെ ഞങ്ങൾക്കെതിരെ നിലകൊണ്ടാൽ തള്ളിയിട്ട് അടിക്കുമെന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കൽത്തുറങ്കലിൽ അടയ്ക്കണ്ടേ? അപ്പോൾ ഈ MR ബൈജു കൊണ്ട് നടക്കുന്ന ശാലു പേയാണിനെ പോലുള്ള ഈ ക്രിമിനലുകളെല്ലാം ക്യാമറകൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്തരക്കാരാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവവികാസം. എന്തായാലും ഈ ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ പോലീസും ആഭ്യന്തര വകുപ്പും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കേരളം വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളം പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. കാര്യം ഇത്തരം കാപട്യങ്ങളെയൊക്കെ പൊളിക്കേണ്ടത് കേരളത്തിൻ്റെ പൊതു മനസമാധാനത്തിന് കൂടി ആവശ്യവും കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്.